+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാ സ്റ്റുഡൻസിനും ഉള്ള ഒരു ഡൗട്ടാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ UGC അപ്രൂവ്ഡ് ആണോ? അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണോ എന്ന് എല്ലാ സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബൊക്കെ കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന്, കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഫ്രീ ആണ് ക്ലാസ് വരുന്നത്, എമൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് കൊണ്ട് അത് UGC അപ്രൂവ്ഡ് ആണോ, ഇങ്ങനെയുള്ള കുറേ നിരവധി സംശയങ്ങൾ സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റന്റ് രംഗത്ത് ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. 2020 നിലവിൽ വന്നതെങ്കിലും നമുക്ക് 2021 UGC അപ്രൂവ്ഡ് ആയിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഡിസ്റ്റന്റ് രംഗത്ത് ഏറ്റവും കൂടുതൽ തരംഗമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 2020 നിലവിൽ വന്നതെങ്കിലും 2021 നമുക്ക് UGC അപ്രൂവ്ഡ് ആയിട്ട് അംഗീകാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് UGC അപ്രൂവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും അല്ലെങ്കിൽ ജോബിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ഉന്നത മേഖലയിലൊക്കെ നമുക്ക് ഉയർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമപ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്, അഥവാ UGC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് UGC അപ്രൂവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാം. അപ്പോൾ സിലബസും എക്സാമും ഒക്കെ നല്ല സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ മുതൽ നിങ്ങളുടെ സർവീസും മെന്റർ സപ്പോർട്ടും അസൈൻമെന്റ് സപ്പോർട്ടും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇനി ആരും മടിച്ചിരിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന്, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. കൂടാതെ തന്നെ UGC അപ്രൂവ്ഡ് ആണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പം ശ്രീനാരായണ ഗുരു UGC അപ്രൂവ്ഡ് ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് തീർന്നിട്ടുണ്ടായിരിക്കും. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്ത് ജോബ് കിട്ടും എന്ന് അറിയാത്ത സ്റ്റുഡൻസിന് നമുക്ക് ആദിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.